നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് തന്ത്രശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് പഠിക്കണം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് തന്ത്ര എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ ഞാൻ വിട്ടുപോയ 1-2 സബ്ജക്റ്റുകളും കൂടെ നമുക്ക് ആ ക്ലാസ്സിൽ പറയാം. നമ്മൾ ഈ പൊതുവേ മാക്സ് മുള്ളറൊക്കെ പറഞ്ഞിട്ടുള്ള പല സബ്ജക്റ്റുകളും അതിനെ എതിർക്കുന്നതായിട്ടുള്ള പല സബ്ജക്റ്റുകളും വെച്ചിട്ട് ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെക്കുറിച്ച് നമുക്കൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ തന്ത്ര ബുക്സ് പറയുമ്പം ഒന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്തുള്ള പല പ്രഭാഷണങ്ങൾ കാണുമ്പോൾ പുതിയ പിള്ളേർ, ന്യൂ ജനറേഷനായിട്ടുള്ള ആൾക്കാർ കാവുകൾ അമ്പലമാക്കി മാറ്റുന്നതിന് കാരണം ആര്യന്മാരുടെ ഇതാണെന്ന് പറഞ്ഞപ്പം ആ ഒരു വല്ലാത്തൊരു കഷ്ടം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്ന സാധനം ഒരു പ്രൊപ്പഗൻഡയാണെന്നും അതിലും വിശ്വസിച്ചിട്ട് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നൊരു കാലഘട്ടമാണ് സ്ത്രീ സ്വാതന്ത്ര്യം. അങ്ങനെ പല തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദിക്കുന്ന ആൾക്കാരാണ്. സ്വന്തം കാര്യം പറയാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ അല്ലേ. ഇതിൽ ഒട്ടും അഭിപ്രായമില്ലാത്ത ഒരു ജനതയുണ്ട്, അല്ലെങ്കിൽ പറ്റാത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഒരാൾ വിവാഹം കഴിക്കാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കുക ഒരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അവളെ ശരിക്കും ഒരു സാമൂഹിക ദ്രോഹിയായിട്ടായിരിക്കും കാണുന്നത്. അല്ല, ഒരു പുരുഷനായാലും ജോലിക്കൊന്നും പോകാതെ ഒരു 10-26 വയസ്സ് അല്ലെങ്കിൽ 27 വയസ്സ് കഴിഞ്ഞ് ജോലിക്കൊന്നും പോകാതെ നിൽക്കുകയാണെങ്കിൽ ഒരു സാമൂഹിക വിരുദ്ധനായിട്ടൊക്കെ ഇവരെ കാണുന്നത്. എന്താ ജോലിക്ക് പോകാതെ, നാട്ടുകാരുടെ ആവശ്യമായിരിക്കും. ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി പറയാം. പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പം ഒരാൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടമായിട്ടായിരിക്കും ആക്രമിക്കുന്നത്. എന്താണ് നിങ്ങൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. വെജിറ്റേറിയൻ ആവാനും വിവാഹം കഴിക്കാതിരിക്കാൻ അതോടൊപ്പം തന്നെ ഈശ്വര സാധനയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വാസ്തവത്തിൽ വീട്ടിലും നാട്ടിലും ചുറ്റുപാടുകളുടെ ഇടയിലും ഒന്നും വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരു കള്ളും കഞ്ചാവും അടിച്ച് ഇറച്ചിയും മീനും തിന്ന് സുഹൃത്തുക്കളുമായിട്ട് കറങ്ങി നടക്കുന്ന ഒരാളെക്കാട്ടിലും അതവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് ചെയ്യുക. പക്ഷെ അവർ അത്രയും പോലും സ്വാതന്ത്ര്യമില്ല. വെജിറ്റേറിയനായി കുറച്ച് കാലം ഒറ്റയ്ക്ക് ജീവിച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ച് അതുമായിട്ടൊക്കെ ജീവിച്ച് ആരെയും ഉപദ്രവിക്കാതെ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും കൂടി ആലോചിക്കണം. സ്പിരിച്വാലിറ്റി, പൂജ, ഈശ്വരീയ വിഷയങ്ങൾ, തന്ത്രശാസ്ത്രം എന്നൊക്കെ പറയുമ്പം മൊത്തത്തിലെ ഒരു പുച്ഛവും ഒരു ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ആൾക്കാരുടെ ഒരു മനോഭാവവും പുറത്തേക്കൊക്കെ തന്ത്ര എന്നൊക്കെ പറയുമ്പം മൊത്തത്തിലെ ഒരു ബ്ലാക്ക് മാജിക്കുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു ഭയവും എന്തോ പോലെയൊക്കെയും കാണുന്ന സാധകനാണ് എന്ന് പുറത്ത് പറയാൻ, അല്ലെങ്കിൽ ഈശ്വര സാധന ചെയ്യുന്ന ഒരാളാണെന്ന് പറയാൻ പലപ്പോഴും സമാധാനത്തിന് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കേണ്ടി വരുന്നത് സ്വന്തം വീട്ടിലുള്ളവരോട് പോലും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ താനൊരു സാധകനാണെന്ന് പറയാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ആരെങ്കിലും കുറച്ച് കൂടുതൽ സാധനം ചെയ്താൽ വീട്ടുകാരപ്പം തുടങ്ങും, ഇതിൻ്റെ ഇത്രയൊക്കെ ഭക്തിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, നല്ല പണിയാണ്. അപ്പോൾ ആരുടെയും സപ്പോർട്ടൊന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മളൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിലേക്ക് എത്താൻ പറ്റും, നമുക്ക് ശ്രമിക്കാനും പറ്റും.